ശ്രീജിത്ത്, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻ ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ LDF VS സുനിൽകുമാറും അതേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ഇന്നലെ രാഹുൽ ഗാന്ധി വൈകുന്നേരത്തോടു കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ ചില തെളിവുകൾ കാണിക്കുന്നത് കണ്ടു. അതിന് പിന്നാലെയാണ് സുനിൽകുമാറും രംഗത്ത് വന്നത്. കാരണം സുനിൽകുമാർ രംഗത്ത് വന്നെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനായി, മലയാളികളെ പറ്റിക്കാനായി കേരളത്തിൽ കിടന്ന് തമ്മിലടിക്കുമെങ്കിലും ദേശീയ ലെവലിൽ ഇവർ ഒറ്റക്കെട്ടാണല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി എന്താണോ പറയുന്നത് അതിനെ അനുകൂലിച്ചാൽ മാത്രമേ ഇന്ത്യ മുന്നണിയിൽ CPIക്ക് സ്ഥാനമുള്ളൂ. ഈ CPI നമുക്കറിയാമല്ലോ, ഒരു പെട്ടിയാട്ടയിൽ കയറ്റാൻ കഴിയുന്ന പ്രവർത്തകർ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ പരിശോധിച്ചാൽ അറിയാം, BJPക്ക് ഒരു MP ഉണ്ട്, അവർക്ക് 0 MP ആണ്. ആ രീതിയിലാണ്. മറ്റു സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അവർക്ക് ഇത്രയും ദയനീയമായി ഓരോ വർഷവും ഓരോ മാസവും അതിവേഗം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി CPI കേരളത്തിൽ മാറുകയാണ്. അവരുടെ ജില്ലാ സമ്മേളനങ്ങളിൽ തന്നെ അവർ തുറന്നു പറയുകയാണ്, ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടുത്താൻ പോലും, ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് ആ പാർട്ടി ദയനീയമായി തകരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സുനിൽകുമാറിനെ അറിയാം, സുനിൽകുമാർ വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ വലിയ ജനകീയ മുഖമായി മാറി. അതുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുനിൽകുമാർ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നും ചില മാധ്യമ പ്രവർത്തകർ പറയുന്നത് കേട്ടിട്ടില്ലേ. ഇദ്ദേഹം സുനിൽകുമാർ തൃശ്ശൂരിൽ ഇറങ്ങിയാൽ അവിടുത്തെ ഇലയ്ക്ക് പോലും കാറ്റിന് പോലും മനസ്സിലാകുമെന്നാണ്. ഇദ്ദേഹം അങ്ങനെ ഇറങ്ങി നിന്നാൽ കാറ്റിന് പോലും സുനിൽകുമാറിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തട്ടിവിട്ട ഒരു മണ്ഡലത്തിലാണ് 75,000-ലധികം വോട്ടിന്റെ ദയനീയമായ പരാജയം ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം വിഷമങ്ങളെല്ലാം ഉണ്ടാകും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സുനിൽകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയവും ഇത്തരം ഒരു വലിയ അട്ടിമറി കൊണ്ടാണ് വിജയിച്ചതെന്ന് പറയുന്നത്. ഈ അട്ടിമറി സമ്മതിക്കുക, 1000, 2000, 3000 വോട്ടിനെല്ലാം വിജയിക്കുക, അല്ലെങ്കിൽ പോട്ടെ 10,000, 20,000 വോട്ടാണെങ്കിൽ നമുക്ക് പറയാം അട്ടിമറിയെന്ന്. ഈ 76,000 വോട്ടിന്റെ അട്ടിമറി, അതും പിണറായി സർക്കാർ ഭരിക്കുന്ന, പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കേരളത്തിൽ BJP കാണിച്ചെന്ന് പറയുമ്പോൾ പിണറായി എന്താണ്, വാഴയാണോ? അല്ലെ, പിണറായി ഭരിക്കുന്ന ഒരു നാടാണല്ലോ. ആ പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ഈ CPIക്ക് തന്നെ 4 മന്ത്രിമാരില്ലേ, അന്ന് അവർ പ്രതിഷേധം സംഘടിപ്പിക്കണമായിരുന്നു. അന്ന് മൗനം പാലിച്ച് ഇപ്പോൾ പറയുകയാണ്, ഞാൻ അന്ന് കുറച്ച് പരാതികളെല്ലാം നൽകിയിട്ടുണ്ട്. അതിൽ പരാതിയിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന്റെ വോട്ട് തിരുവനന്തപുരത്താണ്. അത് പക്ഷെ അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് നിന്ന് വെട്ടിമാറ്റി അത് തൃശ്ശൂരിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഇത്തരം അഡീഷണൽ ആയി തന്നെ ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത്. വെട്ടിമാറ്റി എന്നല്ല പറയുന്നത്, ഡബിളിംഗ് ആ പറയുന്നത്. അവിടെയും ചെയ്തു ഇവിടെയും ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് തെളിവ് നിരത്തിയിരുന്നെങ്കിൽ കൃത്യമായി തെളിവ് നൽകിയെന്ന് ഇദ്ദേഹം ഇപ്പൊ അകത്താക്കില്ലേ? തെളിവ് വെച്ചിട്ടല്ലല്ലോ ഇവര് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിന്റെ ബലത്തിലാണല്ലോ. പക്ഷെ അദ്ദേഹം ആലോചിക്കേണ്ട ഒരു വേറൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി സംസാരിച്ച ഏത് സംസ്ഥാനങ്ങളിൽ പോയിട്ടാണ്? കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിലാണ് പോയി സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ അവര് തോറ്റ സ്ഥലത്ത് അവർ പോയി സംസാരിച്ചിട്ടില്ല. കാരണം നടക്കില്ല കാര്യങ്ങൾ, അല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യമുണ്ട്. ഈ തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തോറ്റാൽ ജനങ്ങൾ എതിരായത് കൊണ്ട് തോറ്റു, അത് അംഗീകരിക്കില്ല. ഈ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം, അതോടൊപ്പം തന്നെ ശബരിമല പ്രശ്നം, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ച, അങ്ങനെ കുറെ തരംഗങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുകയാണ്. അവർ അത് അംഗീകരിക്കില്ല. അവർ പറയുന്നത് കേരളം തോറ്റു, ഞങ്ങളല്ല തോറ്റത്, കേരളമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് 2024 ഇതേ സാഹചര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കേരളത്തിലെ ജനങ്ങളെ ചിലപ്പോൾ വിചാരിക്കും അങ്ങനെ ഒരു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സംസാരമുണ്ടല്ലോ, നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വരില്ലെന്ന്. അത് 2014 പറഞ്ഞു, 2019 പറഞ്ഞു, 2024 പറഞ്ഞു. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യുമ്പോൾ അവരെയും ജനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവർ ആ വലയിൽ വീഴുകയാണ്. ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു MP പ്രധാനമന്ത്രിയാകുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാമെന്ന രീതിയിലാണ് കൂട്ടത്തോടെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് നൽകുന്നത്. അങ്ങനെ ഒരു വോട്ട് നൽകുന്നത് കൊണ്ടാണ് അവർ പൂർണ്ണമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുന്നത്. ഇപ്പോൾ 18 സീറ്റിലാണ് ഈ കോൺഗ്രസ് ജയിക്കുകയും 1 സീറ്റിൽ BJP, 1 സീറ്റിൽ മാത്രം CPM ചുരുങ്ങുകയും ചെയ്യുന്നത്. അപ്പോഴും പറയുകയാണ്, ഞങ്ങളല്ല തോറ്റത്, ജനങ്ങളാണ് തോറ്റത്. തൃശ്ശൂരിൽ BJPയുടെ വിജയം അംഗീകരിക്കണം. ജനങ്ങൾ വോട്ട് ചെയ്ത് 2019 സുരേഷ് ഗോപിയെ അവിടെ പരാജയപ്പെടുത്തി. 2021 തൃശ്ശൂരിലെ ജനങ്ങൾ പരാജയപ്പെടുത്തി. അദ്ദേഹം കുറ്റം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം വീണ്ടും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്
ജനങ്ങൾ വിജയിപ്പിച്ചത്. അതുപോലെ തോൽവി സംഭവിക്കുമ്പോൾ ആ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തണം. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പാർട്ടി ഈ ഗതിയിലേക്ക് പിന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതിപ്പം CPI എന്നെ പല അവരുടെ ജില്ലാ സമ്മേളനങ്ങളിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. CPM ആണ് ഇവരെ തോൽപ്പിക്കാൻ കാരണം, ഇവരെ ചാവേറായിട്ട് നിർത്തിയതാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ കാര്യം എഴുന്നള്ളിക്കുന്നത് അല്ലെ? അല്ല, CPIയിൽ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. പൂരം കലക്കിയാണോ സുരേഷ് ഗോപി വിജയിച്ചത്, അതോ CPM-ന്റെ സഹായം കൊണ്ടാണോ, പിണറായി ചെയ്ത വിട്ടുവീഴ്ചയുടെ ബലം കൊണ്ടാണോ ജയിച്ചത്, അതോ ഇപ്പൊ അവസാനം ഈ സുനിൽകുമാർ സൂചിപ്പിക്കും പോലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിട്ടാണോ? ഇത് മുഴുവൻ ഈ പാർട്ടിയാണ് പറയുന്നത്. ഈ പാർട്ടിക്ക് പോലെ ഒരു നിലപാടില്ലാതായിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് എത്തണമല്ലോ. അങ്ങനെ പൂരം കലക്കി സുരേഷ് ഗോപി ജയിച്ചു, അല്ലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജയിച്ചു. അങ്ങനെ ഈ പാർട്ടിക്ക് ഒരു നിർണായകമായ നിലപാടിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് അവരുടെ പ്രതിസന്ധി. അവർക്ക് അറിയാം, രഹസ്യമായി അറിയാം, ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടും BJP കാരണം 5 വർഷമായി 2019 നോക്കിക്കോണം. 2019 ദയനീയമായ അവിടെ സുരേഷ് ഗോപി പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം അവിടെ 5 വർഷം നിന്ന് പ്രവർത്തിക്കുകയാണ്. 5 വർഷം നിന്ന് പ്രവർത്തിച്ച് അദ്ദേഹം ജയിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ എന്താണ് ഈ പാർട്ടിക്ക് ബുദ്ധിമുട്ട്? ഈ പാർട്ടിയിൽ സുനിൽകുമാർ മാത്രമല്ല, ഈ പിണറായിയുടെ പെട്ടിപിടിച്ച് MP ആയ ഒരു നേതാവുണ്ടല്ലോ, ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ രാജ്യസഭയിൽ പോയി ഇന്ന് വലിയ പ്രസംഗമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി, അത് അടുത്ത തവണ തിരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു നേതാവുണ്ട്, ഒരു പെട്ടിപിടുത്തക്കാർ റഹീമും പറയുകയാണ് ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസിലെ പ്രതിയായ, പീഡന കേസിലെ പ്രതിയായ വേടനും പറയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയില്ല. ഈ പറയുന്നവരെ എല്ലാ ക്വാളിറ്റി എടുത്ത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും ആർക്കാണ് തെറ്റുപറ്റിയത്. പീഡന കേസിലെ, കഞ്ചാവ് കേസിലെ പ്രതിയായ, ക്രിമിനലായ വേടൻ പറയുകയാണ് സുരേഷ് ഗോപിക്ക് തെറ്റുപറ്റിയെന്ന്. അതുപോലെ തന്നെ ഈ റഹീം പറയുകയാണ് തെറ്റുപറ്റിയെന്ന്. അദ്ദേഹം എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ദയനീയമായി UDF പരാജയപ്പെടുത്തി വിടുന്ന ഒരു നേതാവാണ്. അവസാനം നീ ഒരു മണ്ഡലത്തിൽ നിന്നാലും ജയിക്കില്ല, അതുകൊണ്ട് നീ പോയി രാജ്യസഭയിൽ ഇരുന്ന് നിന്റെ ഇംഗ്ലീഷിൽ പ്രതിപക്ഷ പാർട്ടികളെ വിരട്ടൂ എന്ന് ഞെട്ടിക്കൂ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അവിടെ MP ആയി കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള നേതാക്കളാണ് ഈ 5 വർഷം പ്രവർത്തിച്ച് MP ആയ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു മതത്തിന്റെ മാത്രം വോട്ട് കിട്ടിയാൽ ഈ 75,000 ആകില്ല, അല്ലെ? കാരണം അവിടെ 26-30% ക്രൈസ്തവർ ഉള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഗുരുവായൂർ മണ്ഡലം പരിശോധിക്കാം. ഗുരുവായൂരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിം വോട്ടുകളാണ്. മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 40,000-ലധികം വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കുകയാണ്. ഇതെല്ലാം മുസ്ലിമും ക്രൈസ്തവരും ഹിന്ദുവും ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തോറും കയറി ഇറങ്ങി അവരെയൊക്കെ പ്രീണിപ്പെടുത്തി, ഇങ്ങനെ പറയണമെന്നില്ല, എന്നാലും ഞാൻ പറയും, ഇങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ കഴിവല്ലേ? അദ്ദേഹത്തിന്റെ പേഴ്സണൽ കഴിവ് കൊണ്ടാണ് അത്ര ഇതായത്. പ്രീണിപ്പിക്കുന്ന പറയുമ്പോൾ ജനങ്ങൾക്ക് സഹായം ചെയ്താണ് പ്രീണിപ്പിക്കുന്നത്. അല്ലാതെ ഇവരെ പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ചെയ്യുന്ന പരിപാടിയാണല്ലോ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വരുന്നു, നിങ്ങളുടെ ജീവിതം മുഴുവൻ നശിക്കാൻ പോവുകയാണെന്ന ഒരു ഇല്ലാത്ത കിംവദന്തി പരത്തിയാണ് ഇവർ പ്രീണനമല്ല നടത്തുന്നത്, ഒരു ഭയമാണ് നടത്തുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തിയാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷെ സുരേഷ് ഗോപി പ്രീണനമാണെങ്കിൽ പ്രീണനമാണ്, അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വിജയിച്ചതിന് ശേഷം അദ്ദേഹം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വീണ്ടും പറയുമോ ഇവർ ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നോക്കുമ്പോൾ അവരുടെ മുന്നിൽ വികസന പദ, നല്ല റെയിൽവേ സ്റ്റേഷൻ വരുന്നു, പാലം വരുന്നു, ശക്തൻ മാർക്കറ്റ് പുതിയതായി നിർമ്മിക്കുന്നു, അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ജനങ്ങൾ അവരുടെ കൺമുന്നിൽ കാണുകയാണ് വികസന പ്രവർത്തനം. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കുമ്പോഴും ഈ സുനിൽകുമാർ ഇങ്ങനെ പറയുമോ ഈ ഇത്തരം അട്ടിമറി കൊണ്ടാണ് ജയിപ്പിച്ചതെന്ന്? ജനങ്ങൾക്ക് ആവശ്യം അവരോടൊപ്പം നിൽക്കുന്ന നേതാവാണ്. അത് ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവർ വീണ്ടും ജയിപ്പിക്കും. അത് 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു. വേറെ 140-150 സീറ്റോട് കൂടിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അദ്ദേഹം വന്ന് തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട പദ്ധതികളും കൊണ്ടുവരുന്നു. അതിന്റെ പ്രയോജനം എന്ത് സംഭവിച്ചു? മൻമോഹൻ സിംഗ് എന്ന അത്രയും ജനകീയനല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാത്ത ഒരു നേതാവ് നേടിയെടുക്കുകയാണ്. 206 സീറ്റാണ് 2009 മൻമോഹൻ സിംഗിന് ലഭിക്കുന്നത്. അതാണ്, ജനങ്ങളോടൊപ്പം നിന്നാൽ അദ്ദേഹം മത്സരിക്കണമെന്നില്ല, അദ്ദേഹം വലിയ ജനകീയനാകണമെന്നില്ല, ജനങ്ങൾ വോട്ട് നൽകും. അത് തന്നെയാണ് ഇപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് 2016 അധികാരത്തിൽ വരുന്നു, 2021 കാലഘട്ടം ആ സമയമായപ്പോൾ കോവിഡ് വലിയ രീതിയിൽ ബാധിക്കുന്നു, മലയാളികളെ ബാധിച്ചപ്പോൾ അദ്ദേഹം ഒരു തണലായി നിന്നു എന്ന ജനങ്ങൾക്ക് തോന്നൽ ഉണ്ടായപ്പോഴാണ് വീണ്ടും വിജയിപ്പിച്ചത്.
അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഏത് നേതാവ് തയ്യാറാകുമോ ആ നേതാവിനെ ജനങ്ങൾ അംഗീകരിക്കും. ആ പാർട്ടിനെ അതെ, അംഗീകരിക്കും. അത് അതാണ് പാർട്ടിയെ പറയാൻ അംഗീകരിക്കും. ഉദ്ദേശിച്ചത്. അതെ. അതെ, പാർട്ടിയെ അംഗീകരിക്കും. അതെ. അല്ലാതെ പരാജയത്തിന് ശേഷം വീണ്ടും ഇത്തരം വിടുവായുത്തനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കാം, വീണ്ടും തോക്കാം. അതെ.